പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ വെള്ളിയാഴ്ച ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച. അതാണ് ഈ വെള്ളിയാഴ്ച. നമുക്ക് ഈ തിരുനാൾ നമുക്ക് കൊണ്ടാടാം. നമ്മുടെ കുടുംബങ്ങളുടെ തിരുനാൾ കൂടിയാണ്. പൊതുവെ നമ്മൾ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയാണ് കുടുംബങ്ങളിൽ നമ്മൾ നടത്തുക. ചില കുടുംബങ്ങളെങ്കിലും വർഷാവർഷങ്ങളിൽ ഈ ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ അത് പ്രതിഷ്ഠിച്ച് വെച്ച അതേ ദിവസം തന്നെ വീണ്ടും പ്രതിഷ്ഠ നവീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് കുടുംബത്തെ മുഴുവൻ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രതിഷ്ഠാജപം നിരന്തരം ചൊല്ലുന്ന കുടുംബങ്ങളുമുണ്ട്. നമുക്കൊരിക്കൽ കൂടി ഇത് കുടുംബങ്ങളുടെ തിരുനാളാണ്. നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളുടെ തിരിച്ചറിവ് ചിത്രമാണിത്. ഈശോ മർഗരീത്ത മറിയത്തിന് കൊടുത്ത 12 വാഗ്ദാനങ്ങളിൽ 9ാമത്തെ വാഗ്ദാനം, എൻ്റെ രൂപം, എൻ്റെ ചിത്രം വെച്ച് വണങ്ങുന്ന കുടുംബങ്ങളിൽ ഞാൻ പ്രത്യേകം ആശീർവാദം ചൊരിയും. നമുക്ക് ഈ തിരുനാൾ കൊണ്ടാടാം. നമ്മുടെ തിരുനാളാണ്. ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ജൂൺ മാസത്തിൻ്റെ തിരുഹൃദയ മാസത്തിൻ്റെ ധാരാളം അനുഗ്രഹങ്ങളും ആശ്വാസവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഈ ബലി ഭക്തിയോടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ഉന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയെ സന്മനസ്സുള്ളോർക്ക് സാധിയുമേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ താരമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താരനാം ദൈവത്തിൻ സൂനുവേ. അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലമാകത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങുതേകനം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട അങ്ങേ പുത്രന്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ അനന്തനിധി ഞങ്ങൾക്ക് കാരുണ്യപൂർവം പ്രദാനം ചെയ്യാൻ തിരുവുള്ളമാകണമേ. അങ്ങനെ ഞങ്ങളുടെ ഭക്തിയുടെ സ്നേഹാദരങ്ങൾ അവിടുത്തേക്ക് നൽകി അനുയുക്തമായ പാപപരിഹാരത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങൾ പ്രകടമാക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ചെയ്യണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്നും ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്നും ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലമുകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകിടുകൾ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലമുകളിൽ സമൃദ്ധമായ പുൽത്തകിടയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനനായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെ ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതിമൽക്കരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത്
യേശു ഫരിസേയരോടും നിയമജ്ഞരോടും ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിനെ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ജൂൺ 27 തീയതി മറ്റൊരു തിരുനാൾ കൂടി ഉണ്ട്. നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ കൂടിയാണെന്ന്. 1673 ജൂൺ 27 തീയതിയാണ് ഈശോ വിശുദ്ധ മർഗരീത്ത മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട തൻ്റെ തിരുഹൃദയത്തെ വെളിപ്പെടുത്തിയത്. ആ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. വിശുദ്ധയാണ് നമുക്ക് ഈ തിരുഹൃദയ ഭക്തി നൽകിയത്. നമ്മളെ വിശുദ്ധയോട് കടപ്പെട്ടിരിക്കുന്നു. 12 വാഗ്ദാനങ്ങൾ ഈശോ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വേറെ എന്താണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്? ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ, ഇതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കണ്ടേ? ഈ തിരുഹൃദയ തിരുനാളിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ എന്നിവ തന്നെയാണ്. 1765 ക്ലെമന്റ് 12 പാപ്പാം ഇത് ആചരിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. 1856 9 പിയൂസ് പാപ്പ അത് തിരുനാളായിട്ട് ആചരിക്കാനായിട്ട് ആരംഭിച്ചു. 1899 ലയോ 13 പാപ്പാം ലോകത്തെ മുഴുവൻ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. 1956 12 പിയൂസ് പാപ്പാം ഒരു ചാക്രിക ലേഖനം എഴുതിക്കൊണ്ട് തിരുഹൃദയത്തെക്കുറിച്ച് സഭയോട് പ്രതിപാദിക്കുകയുണ്ടായി. 1969 അത് ലിറ്റർജിക്കൽ കലണ്ടറിൽ സോളംനിത്താസ് സക്രാത്തിസിമി കോർദീസ് യേസു എങ്ങനെ ഒരു ഈശോയുടെ തിരുഹൃദയ തിരുനാൾ എന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അത് ഒഫീഷ്യലായിട്ട് അത് ആരംഭിച്ചത്. നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ആരംഭിച്ചത് 1907 ആ കാലയളവിലാണ്. അത് ഫാദർ മത്തയോ ക്രൗളി എന്ന ഒരു പുരോഹിതനാണ് അത് ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. 1995 ജോൺ പോൾ 2 പാപ്പാം ഈ ദിവസം, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം, പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് കൊണ്ടാടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2011 ബെനഡിക്റ്റ് 16 പാപ്പാം അന്നത്തെ ലോക യുവജന ദിനത്തോടനുബന്ധിച്ച് യുവജനങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും ആർദ്രതയും ആവോളം ശേഖരിക്കാൻ കഴിയുന്ന ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആർദ്രതയും അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ്. നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിനെ കുറിച്ച് മർഗരീത്ത പറയുന്നത്, വിശുദ്ധ മർഗരീത്ത മറിയം പറയുന്നത്, ദിവ്യ സ്നേഹത്തിൻ്റെ തീച്ചൂളയിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഒരു സ്നേഹം ഇങ്ങനെ ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കാണും. ഒരു തീജ്വാല, സ്നേഹാഗ്നിയാണ്. അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് വിശുദ്ധ മർഗരീത്ത മറിയം പറയുക. അതുപോലെ തന്നെ വിശുദ്ധ പീറ്റർ ഡാമിയൻ ഈശോയുടെ തിരുഹൃദയമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഇങ്ങനെയാണ്: കണ്ണീരിൻ്റെ താഴ്വരയിൽ ശുദ്ധമായ ആനന്ദമാണ് ആ ഹൃദയം. ഇന്ന് നമ്മൾ പ്രതിവചന സങ്കീർത്തനം വായിച്ചില്ലേ? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആശ്വാസം
അത് ഈശോയുടെ തിരുഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് ഈശോയുടെ ഈ തിരുഹൃദയത്തിൻ്റെ സൂചനകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് നമുക്കറിയാവുന്ന ഒരു വചനമാണ്. ശരിക്കും അത് വലിയ കടബാധ്യതകളൊക്കെ ഉള്ളവർ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈശോ കാൽവരിയിലേക്ക് തൻ്റെ കുരിശിൻ ചുമന്നുകൊണ്ട് പോയപ്പോൾ ഈശോ പലതവണ വീണു. ഈശോ യാത്ര പൂർത്തീകരിക്കാൻ ഈശോയ്ക്ക് സാധിക്കുമോ എന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഭയപ്പെട്ടു. പക്ഷേ ഈശോ അത് പൂർത്തിയാക്കി. എന്തൊരു ശക്തിയാണ് ഈശോയ്ക്ക്, എന്തൊരു കായിക ശക്തിയാണ് ഈശോയ്ക്ക്. അപ്പം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് വഹിക്കാൻ പറ്റണില്ല കർത്താവേ, അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ ഭാരമൊന്ന് വഹിച്ച് എനിക്കെൻ്റെ ഭാരമൊന്ന് കുറച്ച് എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട ഭാരം കുറഞ്ഞതുമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിലാണ്. പിളർക്കപ്പെട്ട ഹൃദയം. അത് അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടൻ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈശോയുടെ കരുണ ഇല്ല, വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് കരുണയുടെ ഈശോ അത് വെളിപ്പെടുത്തി കൊടുത്തത് അതിൻ്റെയും സോഴ്സ് തന്നെയാണ്. ഇന്നത്തെ ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുമ്പോൾ പിളർക്കപ്പെട്ട ഹൃദയം, ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം, പരിശുദ്ധ ദിവ്യ കാരുണ്യം, കുർബാനയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള തിരുനാളാണിത്. അതുപോലെ തന്നെ തോമാസ് ലീഹായ്ക്ക് വേണ്ടിയിട്ട് ഈശോ തൻ്റെ മുറിവ് കാണിച്ചു കൊടുത്തു. തൊട്ടു നോക്കാൻ പറഞ്ഞു, തൊട്ടു നോക്കിയില്ല. അത് കണ്ടപ്പോൾ തന്നെ തോമാസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം. ഇത് തിരുഹൃദയ സൂചനയാണ്. ഇനി നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായിട്ടും ഈ പിതാവിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ, നഷ്ടപ്പെട്ടൊരാടിനെ തേടിപ്പോകുന്ന ഇടയൻ. അത് പിതാവിൻ്റെ സ്നേഹമാണ്. കൂടെ നടക്കുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം, അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഹൃദയം ആണ് ഈശോയുടെ ഹൃദയം. പിതാവിൻ്റെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. യോഹന്നാന്റെ സുവിശേഷം 14-9 വാക്യത്തിൽ പീലിപ്പോസ് ചോദിക്കും, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചതാ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പോൾ ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ ഹൃദയമാണ്. പിതാവിൻ്റെ ഹൃദയം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം ധൂർത്തപുത്രൻ്റെ കഥയാണ്. ധൂർത്തപുത്രൻ്റെ കഥയിൽ പിതാവിൻ്റെ സ്നേഹം, പിതാവ് ആ മകൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നത് പോലെയാണ്. ഒരു കുറ്റപ്പെടുത്തൽ, നീ എവിടെയായിരുന്നടാ, അങ്ങനെ ഒരു ചോദ്യം പോലുമില്ല. കെട്ടിപ്പിടിച്ച് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുന്ന ദൈവം. ഇതാണ് അബ്രാത്തോട് ഇസാക്കിനെ ബലിയർപ്പിക്കാൻ പറയുന്നില്ലേ, അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. അങ്ങനെ അബ്രാഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയമെത്തിയപ്പോൾ കുട്ടിയുടെ മേൽ കൈ വെക്കരുത്. കണ്ടോ, പിതാവ് ഇടപെടുന്നത് കണ്ടോ? പിതാവിൻ്റെ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. അത് തന്നെയാണ് ഈ പിതാവിൻ്റെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ ലൂക്കായുടെ സുവിശേഷമാണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു വാക്കാണ് മനസ്സലിവ്. നായിമിലെ വിധവയുടെ ഏകപുത്രൻ മരണപ്പെട്ടു പോയി. ഈശോ, അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്, അവളോട് മനസ്സലിഞ്ഞ് ഈശോ പറഞ്ഞു, കരയേണ്ട മകളെ, കരയേണ്ട മകളെ. ഈ മനസ്സലിവ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ നല്ല സമരിയക്കാരൻ ആ കവർച്ച ചെയ്യപ്പെട്ട ആളോട് മനസ്സലിവ്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആ പിതാവ് മനസ്സലിവോടെയാണ് ആ ധൂർത്തപുത്രനെ, ഇളയ മകനെ സ്വീകരിച്ചത്. സങ്കീർത്തനം 106, 44, 45 വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുകയാണ്, എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിക്കുക. എന്നിട്ടും ജനം മറുതലിച്ചു,
പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപതിച്ചു. ഈ അവസ്ഥയെ തുടർന്ന് ഇത് പറയാൻ തുടർച്ചയായിട്ടുള്ള വചനം, എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തൻ്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സ് അലിഞ്ഞു. ഇത് പിതാവിൻ്റെ സ്നേഹമാണ്. ഇതാണ് നമുക്കിന്ന് നമ്മൾ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്ക് ഈ ഒരു മനസ്സലിവ്, ദൈവത്തിൻ്റെ മനസ്സലിവ് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ദൈവത്തിൻ്റെ മനസ്സലിവ്, ഈശോ തൻ്റെ ഹൃദയത്തിലൂടെ നമ്മളോട് കാണിക്കുന്ന മനസ്സലിവ്, കൂടെ നടക്കുന്ന ദൈവം, കൂടെ ഇരിക്കാൻ ശ്രമിക്കുന്ന ദൈവം, നഷ്ടപ്പെട്ട ആടിനെ തേടി കൂടെ പോയി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദൈവം. അതാണ് ദൈവം കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഈ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന രീതി എത്രയോ സുന്ദരമാണ്. ഒരാളെ വിളിച്ച് വീട്ടിലിരുത്തുന്നതിന് തുല്യമല്ലേ? ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നമ്മളൊരു വൈദികൻ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നാമ്പുറത്ത് പോയിരിക്കുമോ? വൈദികന്റെ മുമ്പിലിരുന്ന് വൈദികനോട് സംസാരിക്കും. അതാണ് വൈദികനോടുള്ള ബഹുമാനമാണ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ പണിത് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് വീട് വെഞ്ചരിച്ച് തിരുഹൃദയ രൂപമൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് ഒരാളെ അവിടെ വിളിച്ചിരുത്തിയിരിക്കാം. എന്നിട്ട് ഈ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ഇരിക്കാറുണ്ടോ? തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഇരിക്കാറുണ്ടോ? നമുക്ക് ഈശോ എന്ന വ്യക്തിയെ അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ? ഒരമ്മ കുഞ്ഞിനെ തലോടി സ്നേഹിക്കുന്നത് പോലെ, ഭാര്യ ഭർത്താവിനെ തലോടി സ്നേഹിക്കുന്നത് പോലെ ഒരു വ്യക്തി സ്നേഹം ഈശോയോട് തോന്നാത്തത് എന്താ? ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തോട് നന്ദി പറയുകയാണ്. ഇന്ന് തിരുഹൃദയ തിരുനാൾ, അതിൻ്റെ തലേ ദിവസം ഇന്നലെ അഭിവന്യ സഹായരാജ് മെത്രാൻ തിരുമേനിയും ഇവിടെ ഒരു രൂപം ആശീർവദിച്ച് ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പലരും കണ്ടു കാണും, സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പലരും തിരക്കാണ്, പള്ളിയിലൊന്നും പോയില്ലെങ്കിലും ഈ സെൽഫി പോയിന്റിൽ ഈശോ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഈശോ ഒരു ചെയറിൽ ഇരിക്കുന്നത് പോലെ അവിടെ നിങ്ങൾ കണ്ടു കാണും. അവിടെ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാൻ, ഫോട്ടോ എടുക്കാൻ ഒരു സുന്ദരമായൊരു അവസരം. അങ്ങനെ പോയിരിക്കുന്നവരും ഈശോയെ നോക്കി ചിരിക്കുന്നു, ഈശോയോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈശോയോട് ബന്ധത്തിൽ വളരാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പ്രതീകാത്മകമായി ഈശോയെ അങ്ങനെ നമ്മൾ കാണുമ്പോഴും ഈശോയുടെ അടുത്ത് പോയിരുന്ന ഈശോയോട് സംസാരിക്കാൻ, യഥാർത്ഥത്തിൽ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നെങ്കിലും ഒരു സങ്കടമുണ്ടായപ്പോൾ പ്രാർത്ഥന മുറിയിൽ കയറി ഈശോയുടെ തിരുഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടോ? സങ്കടം വന്നപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ഈശോയുടെ തിരുഹൃദയം വെച്ചിരിക്കുന്ന രൂപത്തിന്റെ മുമ്പിൽ പോയിരുന്ന് ഈശോയോട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഈശോയോട് ബന്ധം ഒട്ടും നൽകാത്ത ചില ദുരാചാരങ്ങൾ ഇവിടെ വന്ന് ചേർന്ന് പെട്ടുപോയിട്ടുണ്ട്. പലരും അതിൽ കുരുങ്ങിക്കിടക്കുക. നല്ല അന്തസ്സുള്ള കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന മാതാപിതാക്കൾ പോലും തൻ്റെ മക്കളോട് പറയുന്നത് അത് പോയി ചരട് കെട്ട്, തൊട്ടിൽ കെട്ട്, താക്കോലിട്ട് പൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവിടെ എവിടെയാണ് ഈശോയോടൊരു ബന്ധം? താക്കോല് പൂട്ടിയാൽ ഈശോയോട് ബന്ധം ഉണ്ടാകുന്നുണ്ടോ? ചരട് കെട്ടിയാൽ ഈശോയോട് ബന്ധമുണ്ടാകുന്നുണ്ടോ? ചരട് ഏതെങ്കിലും ഒരു മരത്തിൽ കൊണ്ട് കെട്ടിയിട്ട് മരത്തെ കുമ്പിട്ട് വണങ്ങിയിട്ട് അവിടെ എവിടെയാണ് ഈശോയോട് ബന്ധം? അത് ദുരാചാരമല്ലേ? ഒന്നാം പ്രമാണ ലംഘനമല്ലേ? അഭിമന്യ പിതാവ് ഇന്നലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നൽകിയിരിക്കുന്ന കാര്യം, ആ ഈശോ ഒരാൾ അവിടെ ഇരിക്കുന്നത് പോലെ ആ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇനി മുതലൊന്ന് പരിശ്രമിച്ച് നോക്കുക. ഫോട്ടോ എടുക്കാൻ മാത്രമല്ല, ആ ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് ഈശോയെ എനിക്കൊരു കുഞ്ഞില്ല, ഈശോയെ എനിക്കൊരു കുഞ്ഞിനെത്താ, ഈശോയെ ഞാൻ കടബാധ്യത മൂലം ഇങ്ങനെ നട്ടം തിരിയുകയാണ്, എൻ്റെ ഈശോയെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്, എൻ്റെ ജീവിതത്തെ ഒന്ന് പരിഹരിച്ച് രക്ഷിക്കണമേ. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? അത് അവസരമാണ്, അതിനുള്ള അവസരമാണ്. പലരും ഫോട്ടോ എടുപ്പാണ്, പക്ഷെ ഈശോയോടുള്ള ബന്ധത്തിൽ വളരാൻ, അവിടെ ഈശോ ഒരു വ്യക്തി എന്ന ഈശോ, വ്യക്തിയായിട്ടുള്ള ഈശോയുടെ അടുത്ത് പോയിരിക്കുന്നൊരു ഫീലിംഗ് പലർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ വളരണം. ഈശോ എൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഈശോയെ ഒരു വ്യക്തിയെ പോലെ സ്നേഹിക്കണം. പ്രിയ ദൈവമേ, ഒരു കാമുകനെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ വേണം ഈശോയെ, എനിക്ക് നിന്നെ വേണം.
എനിക്ക് നിന്നെ കൂടാതെ പറ്റുകയില്ല എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ വളരണം. അത് ഉപകരിക്കട്ടെ. അഭിമന്യ പിതാവ് ഈ തിരുഹൃദയ തിരുനാളിന് തലേ ദിവസം അത് പ്രതിഷ്ഠിച്ച് നൽകിയത് അത് വളരെ അർത്ഥവത്താണ്, വളരെ അനുയോജ്യമാണ്. ഇങ്ങനെ ആചാരങ്ങളിലും ദുരാചാരങ്ങളിലും കെട്ടുപടഞ്ഞ് നേർച്ചകൾ, ഈശോയോട് ഒരു ബന്ധമില്ലാത്ത നേർച്ചകളിൽ കുരുങ്ങിക്കിടക്കുന്ന ദൈവജനത്തിന് ഒരു മോചനമാണ് ആ സെൽഫി പോയിന്റ്. അത് അങ്ങനെ സാധിക്കട്ടെ. അത് മാത്രമല്ല, കൗദാശിക സാന്നിധ്യമായ ഈശോയെ കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും ഈശോയുടെ അടുത്ത് വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസം ഈശോയെ നിന്റെ ക്ഷമ, നിന്റെ ശാന്തത എനിക്കും തരണമേ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? ഈ തിരുഹൃദയ സുഹൃത ജപം ഉരുവിട്ട് നടക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും സത്പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നതിന് സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കാം. കൈകളിൽ പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കഴിവാങ്ങേണം നീ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ വാച്യമായ സ്നേഹം
കടാക്ഷിക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും സഭയുടെ കൂദാശകൾ നിർഗളിക്കുന്ന കുത്തി തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുവവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ
അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുവിനാൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ശാന്തി നൽകിയിടേണമേ. കുഞ്ഞാടി ശാന്തി നൽകിയിടേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ കൂദാശ ഞങ്ങളെ ദിവ്യ സ്നേഹത്താൽ തീക്ഷ്ണത ഉള്ളവരാക്കട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.